സദൃശ്യവാക്യങ്ങൾ 19:11. വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു, ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. ദീർഘക്ഷമ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ്, ആത്മാവിൻ്റെ ഒരു ഫലമാണത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മഫലങ്ങളാണ് നമ്മെ യഥാർത്ഥ ദൈവപൈതലാക്കുന്നതും ദൈവസന്നിധിയിൽ നാം പ്രയോജനമുള്ളവരായി തീരുവാൻ മുഖാന്തരമാകുന്നതും. വിവേകമുള്ള ഒരു മനുഷ്യന് ക്ഷമിക്കുവാനും കഴിയുന്നു. ഒരു വിഷയം വന്നാൽ അതിൻ്റെ എല്ലാ വശത്തെക്കുറിച്ചും ചിന്തിക്കുവാനും അതിന് പ്രകാരം തീരുമാനമെടുക്കുവാനും വിവേകമുള്ള മനുഷ്യന് സാധിക്കുന്നു. സ്വാർത്ഥ താൽപ്പര്യങ്ങളെക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവഹിത പ്രകാരം കാര്യങ്ങളെ അപഗ്രഥിച്ച് തീരുമാനമെടുക്കുവാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കുന്നു. വിവേകവും ക്ഷമയും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാൾ നമ്മോട് ദേഷ്യപ്പെടുമ്പോഴും നമ്മെ വേദനിപ്പിക്കുമ്പോഴും വിവേകമുള്ള വ്യക്തി പെട്ടെന്ന് പ്രതികരിക്കുന്നില്ല. സാഹചര്യങ്ങളെ അപഗ്രഥിച്ച് തീരുമാനമെടുക്കുന്ന വ്യക്തിക്കാണ് ദീർഘക്ഷമയുള്ളത്, പെട്ടെന്ന് പ്രതികരിക്കുന്നവർക്കല്ല. നമുക്ക് ഇങ്ങനെ വിവേകമുള്ള ഹൃദയവും അത് മുഖാന്തരം ലഭിക്കുന്ന ദീർഘക്ഷമയും ലഭിക്കേണ്ടതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നത് തന്നെ ജ്ഞാനമാണ്. ക്ഷിപ്രകോപി പല പ്രശ്നങ്ങളെയും വിളിച്ചു വരുത്തുന്നു. കോപത്തെ അടക്കി ദീർഘക്ഷമയോടിരിക്കുന്ന എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ വിവേകവും ദീർഘക്ഷമയും ഉള്ളവർക്ക് ക്ഷമിക്കുന്നതൊരു അലങ്കാരമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രതികാരം ചെയ്യുന്നതാണ് വീരത്വം. എന്നാൽ ദൈവവചനപ്രകാരം ഒരാൾ ചെയ്ത തെറ്റിനെ വിട്ടുകളയുന്നതും ക്ഷമിക്കുന്നതുമാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ മാന്യതയും സൗന്ദര്യവും നൽകുന്നതെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. പ്രകോപനമുണ്ടാകുമ്പോൾ ഉടനെ മറുപടി പറയാതെ ശാന്തമായി ചിന്തിക്കുക. ചെറിയ തെറ്റുകളെ ക്ഷമിച്ച് കുടുംബത്തിലും സമൂഹത്തിലും ആയിരുന്നാൽ ഇത് നമുക്ക് കൂടുതൽ ആത്മീയ പക്വത നൽകുവാൻ ഇടയായിത്തീരും. ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിനെ വിവേകം കൊണ്ട് കീഴടക്കി മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ തയ്യാറാകുന്നവനാണ് ദൈവം മുൻപാകെ വിലയേറിയവൻ. സദൃശ്യവാക്യങ്ങൾ 14:29 ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 15:18 ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എഫേസ്യർ 4:32 ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ എന്ന് പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നു. നമുക്കും വിവേകമുള്ളവരായി ദീർഘക്ഷമയുള്ളവരായി ക്ഷമ എന്ന ആഭരണം ധരിച്ചവരായി ജീവിക്കുവാൻ ഇടയാകട്ടെ. അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, വിവേകവും ദീർഘക്ഷമയും ക്ഷമയും ഒക്കെ നൽകി ഞങ്ങളെ ആത്മാവിൽ സൗന്ദര്യമുള്ളവരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.